ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 1 അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. 2 മാർഗങ്ങൾ. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. ദുഷ്ടർ ഇങ്ങനെയല്ല, കാറ്റ് പറത്തുന്ന പതിര് പോലെയാണവർ. ദുഷ്ടർക്ക് ന്യായവിധിയെ നേരിടാൻ കഴിയുകയില്ല. പാപികൾക്ക് നീതിമാന്മാരുടെ ഇടയിൽ ഉറച്ചു നിൽക്കാനും കഴിയുകയില്ല. കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു, ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതിനെക്കുറിച്ച് സഭയുടെ ഔദ്യോഗികമായ വിശദീകരണം, ക്രിസ്തുവും ഈ സങ്കീർത്തനം ഒന്നുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് സഭയുടെ പ്രബോധനത്തിൽ നിന്നും നമുക്ക് ഒന്ന് ശ്രവിക്കാം. ക്രിസ്തുവും 1 സങ്കീർത്തനവും പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നത് ഭക്ഷണമായി കരുതിയ യേശു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4 അധ്യായം 34 തിരുവചനം നമ്മൾ വായിക്കണം. യേശുവാണ് നീതിമാൻ. വിശുദ്ധ ലൂക്ക 23:47. അവിടുന്ന് വൃക്ഷം തന്നെയാണ്, ജീവന്റെ വൃക്ഷം, ഒരിക്കലും ഇല പൊഴിക്കാത്ത, എന്നാൽ എക്കാലത്തും ഫലം തരുന്ന വൃക്ഷം. വിശുദ്ധ മത്തായി 5:7. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവൻ നിത്യജീവനിലേക്കും സ്വീകരിക്കാത്തവൻ നാശത്തിലേക്കും പതിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായം 16 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ചാൽ നമുക്കതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യം കിട്ടും. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ആഴമായി വചനത്തിൽ ആഴപ്പെടാം. അങ്ങനെ നമുക്ക് ഈശോയോട് ചേർന്ന് വിശുദ്ധമായി ജീവിക്കാം. വിശുദ്ധി കൂടാതെ ദൈവിക ദർശനം സാധ്യമല്ല. ഈശോയുമായിട്ടുള്ള ആഴമായ ഒരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ഫലം തരുന്ന നല്ല വൃക്ഷങ്ങളായി നമുക്ക് തീരാൻ സാധിക്കൂ. പാപമാർഗങ്ങളെല്ലാം ഉപേക്ഷിക്കാം. മദ്യപാനം, പുകവലി, ജഡിക ഭാവങ്ങൾ, ഈ മേഖലകളിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരിക്കലും ഈശോയുമായിട്ട് ഒരുമിച്ച് ചേരാൻ സാധിക്കില്ല. പാപാവസ്ഥയിലാണ് കഴിയുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ഒരു പരിചിന്തനം നമ്മളെക്കുറിച്ച് തന്നെ ഒന്ന് ചിന്തിക്കാം. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണോ അതോ നാശത്തിലേക്ക് പോകണമോ? നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ കണ്ടാണ് വളരുന്നത്. കുഞ്ഞുങ്ങളെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ച് മാതാപിതാക്കളായ നമ്മൾ ഈശോയോട് ചേർന്ന് യാത്ര ചെയ്താൽ നമ്മുടെ കുഞ്ഞുങ്ങളും അനുഗ്രഹമായി തീരും. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.